നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയോടും വരെ മിണ്ടാൻ നേരമില്ല. ഭയങ്കര തിരക്കാണ്. എങ്ങോട്ടാണ് പോക്ക്? നമ്മുടെ മുജ്ജന്മങ്ങൾ തേടിയുള്ള യാത്രയാണ്. 83 മുജ്ജന്മങ്ങൾ മനുഷ്യനായിട്ട് 83 മുജ്ജന്മങ്ങൾ വരെ കണ്ടെത്തിയവരുണ്ട്. അപ്പോൾ നമ്മളുടെ 10 മുജ്ജന്മങ്ങളെങ്കിലും നമ്മൾ കണ്ടെത്തണ്ടേ? അല്ലെങ്കിൽ നമ്മൾ കഴിവില്ലാത്തവരായി പോകില്ലേ? അപ്പോൾ നമ്മളുടെ മുജ്ജന്മങ്ങൾ തേടിയുള്ള സഞ്ചാരമാണ് നമ്മൾ ചെയ്യുന്നത്. അത് സൃഷ്ടിച്ച് എരിവും പുളിയും കിളർത്തി നവമാധ്യമങ്ങളിൽ പറയുക, എന്നിട്ട് രസിക്കുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് എത്ര മുജ്ജന്മമുണ്ടോ അത്രയും വലുതായിരിക്കും അയാളുടെ ആത്മീയതലം. ഇതാണ് ഒരു വെയ്പ്പ്. ഇങ്ങനെയുള്ള മുജ്ജന്മവാദികളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളത്: നമ്മുടെ മക്കൾ ആരുടെയെങ്കിലും മുജ്ജന്മ സൃഷ്ടിയുടെ വൈഭവമാണോ, അതോ നിങ്ങളിൽ നിന്നും പുനർജനിച്ചതാണ്? നിങ്ങൾ പറയുന്ന അതേ മുജ്ജന്മ സിദ്ധാന്തം അനുസരിച്ച് നമ്മളുടെ മക്കൾ ഈ വന്നു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ മറ്റാരുടെയെങ്കിലും പുനർജന്മമാണ്, അവരുടെ മേൽ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാണോ? തയ്യാറാണ്? അല്ല. എന്നിൽ നിന്നും ഭാര്യയിൽ നിന്നും പുനർജനിച്ചതാണ് എൻ്റെ മക്കൾ. നിങ്ങളുടെ അച്ഛനമ്മമാരാണ് നിങ്ങളുടെ മുജ്ജന്മങ്ങൾ. നിങ്ങൾ ആരെയാണ് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? മനുഷ്യന് മാത്രമായിട്ട് ആത്മീയതയുടെ കാര്യത്തിലും ആമാശയത്തിൻ്റെ കാര്യത്തിലും പുനർജന്മത്തിൻ്റെ കാര്യത്തിലും മുജ്ജന്മത്തിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ഒരു സിലബസുമില്ല. കണ്ടോ? നമ്മളുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പുനർജനിച്ചതാണ് നമ്മളിൽ നിന്നും പുനർജന്മങ്ങളുണ്ടാകും. അത് നമ്മളുടെ മക്കളാണ്. നമ്മൾ ഒരു സൈഡിൽ അച്ഛനെയും അമ്മയെയും ഒരു സൈഡിൽ മക്കളെയും ചേർത്ത് പിടിച്ച് ജന്മജന്മാന്തര സഞ്ചാരം ചെയ്യുക. അതുതന്നെയാണ് ഈ ജീവിതം. അല്ലാതെ ഈ ആചാര്യവൃന്ദം പറയുന്ന അന്ധവിശ്വാസവും പേര് നിങ്ങൾ അലയേണ്ടതില്ല.